ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കർക്കിടകം വരികയാണ്. 2025 കർക്കിടകം ജൂലൈ 17 തീയതിയാണ്. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യാമെന്ന്. കാര്യം ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ലാസ്റ്റ് ഇയർ, അതായത് 2024 ഞാൻ കർക്കിടകത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ എന്നെ ആസ് എ പേഴ്സൺ കുറേ മാറ്റി. എൻ്റെ വീട്ടിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ പൊതുവേ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മളിപ്പം എന്ത് പഠിച്ചാലും നമ്മൾ ഇപ്പം പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പൂജ ചെയ്യുകയാണെങ്കിലും നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഇമ്പോർട്ടൻസ് അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ രാമായണം വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് അറിവുകൾ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നാരായണീയം വായിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് അറിവുകൾ കിട്ടും. ഭഗവത്ഗീത വായിക്കുമ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ജീവിതത്തിലും കുറച്ചൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിൻ്റേതായ ചില പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ ലൈഫിലും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളൊരു ചേഞ്ച്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ചേഞ്ചസ് വന്നതാണ് ഞാൻ കഴിഞ്ഞ കർക്കിടകത്തിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കർക്കിടകത്തിൽ എന്ത് ചേഞ്ചസ് ആണ് ഈ കുട്ടിക്ക് വേണ്ടത്, നമ്മൾ രാമായണം വായിക്കലല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ എന്താണ് ഞാൻ ഇപ്പോൾ 10-12-15 വർഷമായിട്ടൊക്കെ രാമായണം വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, എനിക്കറിയാം കർക്കിടകത്തിൽ രാമായണം വായിച്ച് തീർക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം നല്ല ഫുൾ എനർജിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും, കർക്കിടകത്തിൽ രാമായണം വായിക്കാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ ആകുമ്പോഴത്തേനും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് യൂഷ്വലി അവർ പറയുന്നുണ്ടല്ലോ, ഇത്രയും വായിക്കണം ഒരു ദിവസം, ഇത്രയും വായിക്കണം എന്ന് ഒക്കെ വായിച്ചൊക്കെ തുടങ്ങും. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഒരു ഓഫീസിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേനും കുറച്ചങ്ങ് ഉഴപ്പും. ഓക്കെ, ഇവിടെയാണ് ഞാൻ ഉഴപ്പുന്നത്. അങ്ങനെ ഉഴപ്പി ഈ സംഭവം പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കിടക്കും. പെൻഡിങ് ആയി കിടന്ന് പിന്നെ ഒരു ദിവസം ഇരുന്ന് വായിക്കും, കുറച്ച് വായിക്കും, പിന്നെയും പെൻഡിങ് ആവും, പിന്നെയും കുറച്ച് വായിക്കും. അവസാനം ഈ 4-5 ദിവസമോ 3 ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ കർക്കിടകം തീരണേനെ, അന്ന് ഫുൾ പ്രഷറാണ്. അയ്യോ, ഇത് തീർക്കണ്ടേ, ഇത് തുടങ്ങി വെച്ചു, ഇനി അത് എങ്ങനെയെങ്കിലും തീർക്കണ്ടേ എന്ന് പറഞ്ഞ് അങ്ങ് വായനയാണ്. കട്ടിലിരുന്ന് വായിക്കുക, സെറ്റിയിലിരുന്ന് വായിക്കുക, അല്ലെങ്കിൽ രാത്രി 11 മണിക്കിരുന്ന് വായിക്കുക. സംഭവം തീർക്കണം, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. അല്ലാതെ വേറെ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വല്ലതും അബ്സോർബ് ചെയ്യാനല്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് വായിച്ചങ്ങ് തീർക്കുക. അത് ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇതിനി ഇത്രയുണ്ട്, യുദ്ധകാണ്ഡത്തിൽ ഇനി 100 പേജുണ്ട്, എങ്ങനെ വായിക്കും എന്നുള്ള ആ ഒരു ടെൻഷനിലുള്ള വായനയാണ്. അപ്പോൾ എത്രത്തോളം ഞാൻ അതിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം അറിവ് അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ എന്നെ തന്നെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലൊരു അർത്ഥവും അല്ലേ, ഇങ്ങനെ വായിച്ചു എന്നും പറഞ്ഞ് എനിക്കൊരു ഗുണവും ഇല്ല. ഞാൻ രാമായണം എനിക്ക് നേരാവണ്ണം മനസ്സിലാവുന്നുമില്ല. ഞാൻ ആർക്കാണ്ടോ വേണ്ടി ഇത് തീർക്കാൻ വേണ്ടി ആരോ പറഞ്ഞു കർക്കിടകത്തിൽ ഇത് തീർക്കണം, കർക്കിടകത്തിൽ വായിച്ച് തീർക്കണം എന്നുള്ള രീതിയിൽ വായിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ബേസിക്കലി എനിക്കൊരു കൺസിസ്റ്റൻസി പ്രോബ്ലം ആയിരുന്നു. അതായത് ഇന്ന് വായിക്കേണ്ട ഒരു കാര്യം ഞാൻ പൈലപ്പ് ചെയ്ത് വെച്ച് അവസാനം ഇരുന്ന് വായിക്കുന്നു. അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ല, അതിൽ നിന്ന് ഒന്നും എനിക്ക് കിട്ടുന്നുമില്ല. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഇപ്രാവശ്യം ഞാൻ ഒരു ചേഞ്ച് കൊണ്ടുവരാം. ഞാൻ എന്നും വായിക്കും. ഓക്കെ, അപ്പം എന്നും വായിക്കുന്നുള്ള എല്ലാ പ്രാവശ്യവും വിചാരിക്കണമല്ലേ എന്നും വായിക്കുന്നത്, എന്തോ ഇപ്രാവശ്യം ഇനി എന്താ ചെയ്യുക. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ലോകത്തിനോട് പറഞ്ഞു ഞാൻ എന്നും ഇരുന്ന് വായിക്കാൻ പോവുകയാണെന്ന്. അതായത് ഞാൻ എന്നും എൻ്റെ വാട്സാപ്പ് സ്റ്റേറ്റസിൽ ഞാൻ ഒരു ഫോട്ടോ ഇടാൻ തുടങ്ങി. ഞാൻ ഒരു രാമായണം വെച്ചിരിക്കുന്നു, എന്നിട്ട് ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് അതിൽ നിന്ന് വായിച്ച് തീർക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ വന്നാണ് ഒരു ഫോട്ടോ എടുത്തു തരുന്നത്. അപ്പോൾ എൻ്റെ മോൻ വന്ന് ഒരു ഫോട്ടോ എടുത്ത് തരും, പിറ്റേന്ന് വന്ന് ഒരു ഫോട്ടോ എടുത്ത് തരും. അവർ നല്ല കറക്റ്റായിട്ട് അത് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് ഇതിന് ഒരു പോസിറ്റിവിറ്റി എലിമെൻറ്റ് കൊണ്ടുവരണം. പിന്നെ നമ്മുടെ അടുത്ത ജനറേഷൻ, അതായത് എൻ്റെ മക്കൾക്കൊക്കെ കുറച്ച് രാമായണം എന്താണ് അല്ലെങ്കിൽ ഈ രാമായണ പാരായണം എന്താണെന്നൊന്നും അത്രയ്ക്ക് അറിയില്ല. ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ അമ്മൂമ്മ എന്നും വൈകിട്ട് ഫ്രണ്ടിലിരുന്ന്, അമ്മൂമ്മ കസേരയിലിരുന്നാണ് വായിക്കുക, പക്ഷെ അമ്മൂമ്മ ഒരു കുറിയൊക്കെ ഇട്ട് ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ വായിക്കണത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ രാമായണ വായന എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മൂമ്മയാണ് ഓർമ്മ വരാറുള്ളത്. അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഐശ്വര്യമായിരുന്നു എൻ്റെ അമ്മൂമ്മയെ കാണാൻ.
അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ഇരുന്ന് രാമായണം വായിക്കുമ്പോൾ അത് കാണാൻ നല്ലൊരു രസമായിരുന്നു. അപ്പോൾ ആ ഒരു ഇമേജാണ് ഞാൻ കൊച്ചുമക്കളായ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് കിട്ടുക? അല്ല, എൻ്റെ അമ്മ വേറെ സ്ഥലത്താണ്, അപ്പോൾ അവർക്ക് അത് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും അതുപോലെ അങ്ങ് ചെയ്യാം. അപ്പം ഒരു വിഷ്വലി പ്ലീസിങ് ആവും. ഓക്കെ, എന്നും വന്നിരുന്ന് ചെയ്യുന്നു, അത് ലോകത്തോട് വിളിച്ചും പറയുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നും വൈകിട്ട് ഓഫീസിൽ നിന്ന് അപ്പോൾ കറക്റ്റായിട്ട് ഒരു 5:30 ആകുമ്പോൾ എത്തും. എന്ത് സംഭവിച്ചാലും എത്തിയിട്ട് ഒരു 6 തൊട്ട് 7 മണി വരെയുള്ള സമയം വേറെ ഇതിന് വേണ്ടി മാറ്റി വച്ചു. അതായത് ബ്ലോക്ക് ചെയ്തു കലണ്ടറിൽ. ഓക്കെ, മീറ്റിങ്സ് ഒന്നും വയ്ക്കാത്ത രീതിയിൽ മിക്കവാറും സമയത്ത് അത് വയ്ക്കാറില്ല. എന്നിട്ട് ഒരു വിളക്ക് കത്തിച്ച് നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഈസ്റ്റ് ഫേസിങ് ആയിട്ട് വെച്ചിട്ട് ഒരു പലകയിലിരുന്ന്, മുണ്ടുനേരിയതൊന്നും എടുക്കാറൊന്നുമില്ല കേട്ടോ, അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ കുളിച്ചിട്ട് വന്ന ഒരു സാധാ നല്ലൊരു വേഷം, നല്ലൊരു ചുരിദാർ, നല്ല നീറ്റായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ച് ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ 10 മിനിറ്റേ വായിക്കാൻ പറ്റുള്ളൂ, 15 മിനിറ്റേ വായിക്കാൻ ഒക്കുള്ളൂ. പക്ഷേ പോയിൻ്റ് എന്ന് പറയുന്നത് എന്നും വൈകിട്ട് വന്ന് അവിടെ ഇരുന്ന് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കൾ വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഈ രാമായണം വായന, അമ്മ എന്തോ ചെയ്യുന്നുണ്ട്, അമ്മ എല്ലാ ദിവസവും വന്നിരുന്ന് രാമായണം വായിക്കുന്നുണ്ട്, അപ്പോൾ കർക്കിടകത്തിൽ ഇതുണ്ടെന്നുള്ളത് നമ്മുടെ അടുത്ത ജനറേഷന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ചെയ്തത്. എന്നിട്ട് ഇതിനെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ വാട്സാപ്പിലിടും. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഇപ്രാവശ്യം, അതായത് 2024 കർക്കിടകത്തിൽ എനിക്ക് എന്നും രാമായണം വായിച്ച് എന്നും നന്നായിട്ട് വായിക്കാൻ പറ്റി. കുറേയധികം നോളജ് അതിൽ നിന്ന് കിട്ടി. അതായത് ഈ കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ മനസ്സിലോട്ട് പതിഞ്ഞു തുടങ്ങി. വായിച്ച് തീർക്കാൻ വേണ്ടി വായിക്കാതെ അതിലെന്താണ് അർത്ഥം, അതിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വായിക്കാൻ തുടങ്ങിയപ്പം അതിൻ്റേതായ ഒരു ചേഞ്ചസ് എൻ്റെ ലൈഫിലും ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റായിട്ട് കൊണ്ടുവന്ന ഒരു മാറ്റം. അപ്പോൾ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഞാൻ ട്രിവാൻഡ്രം സൈഡിൽ നിന്നാണ്. അപ്പം നമുക്ക് ഈ കർക്കിടകത്തിൽ ദേവിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കുറച്ച് തമിഴ്നാട് സൈഡിലോട്ട് കിടക്കുകയാണ്. എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ കുറച്ച് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെയാണ്. അപ്പം കുറച്ച് തമിഴ് കൾച്ചറും നമ്മുടെ ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ആടി ചൊവ്വ, ആടി വെള്ളി വരും ഈ ഒരു സമയം. അപ്പം അവർക്ക് അപ്പം അത് ദേവിക്ക് ഭയങ്കര നല്ലത്. അപ്പം നിങ്ങൾ തമിഴിയൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നിറച്ച് വളയൊക്കെ ഇട്ട് അവർ അമ്പലത്തിൽ പോവും, ദേവിയുടെ അമ്പലത്തിൽ പോവും, അവർ ഭയങ്കരമായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതും കൂടെ കുറച്ചൊന്ന് കൊണ്ടുവന്നാലോ. ഈ എന്തായാലും ഇത് ചെയ്യുന്നു, അപ്പോൾ കുറച്ച് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ വിഷ്വലി പ്ലീസിങ് ആവാൻ കുറച്ച് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ചൊവ്വയും വെള്ളിയും കൂടെ കുറച്ചും കൂടെ എഫേർട്ട് ഇടാമെന്ന് പറഞ്ഞ് മിക്കവാറും പറ്റാവുന്ന ചൊവ്വയും വെള്ളിയിലൊക്കെ ഞാൻ സാരി ഉടുത്ത് ഈ കുപ്പിവളയൊക്കെ ഇട്ട് കുറച്ച് പൂവൊക്കെ വെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് നല്ലൊരു ഭയങ്കര, എന്നിട്ട് സഹസ്രനാമം, ദേവിയുടെ സഹസ്രനാമം വായിക്കാൻ തുടങ്ങി. അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര പോസിറ്റീവ് ആക്കിയ ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് ദേവിയെ പ്രാർത്ഥിച്ച് അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആക്കി. പൊതുവെ നമുക്ക് തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോഴും നമ്മൾ ഒരുങ്ങുമ്പോഴും ഒക്കെ നമുക്ക് തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടും, നമുക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വരും. അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ വീടുകളിലൊക്കെ എന്തായാലും അത് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ മക്കളും ഭർത്താവും എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് തന്നെ പെണ്ണുങ്ങളാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ ഒരു എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോഴത്തേനും കുടുംബക്കാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീട്ടിന് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി വരാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കുഞ്ഞമ്മ അപ്പം ഒരു കാര്യം പറഞ്ഞതാണ്, ഒരു പർട്ടിക്കുലർ ദേവിയുടെ അമ്പലത്തിൽ വീട്ടിൽ നിന്നുള്ള പൂക്കൾ വെച്ചുള്ള ഒരു മാല കെട്ടി കൊടുക്കുന്നുണ്ടെന്ന്. മന്ത്രമാല എന്നാണ് അതിന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതും കൂടെ ഒന്ന് ചെയ്താലോ. അത് സ്റ്റാർട്ട് ചെയ്യാം. അത് 12 ആഴ്ച ചെയ്യണമെന്നാണ്, 12 വെള്ളിയാഴ്ച എങ്ങാണ്ടോ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ വെച്ചു കർക്കിടകത്തിൽ സ്റ്റാർട്ട് ചെയ്യാം, എന്തായാലും ദേവിക്ക് പ്രധാനമല്ലേ കർക്കിടകം. അപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലുള്ള പൂക്കൾ എന്താണെന്നുള്ളത് നോക്കി എടുക്കാമെന്ന്. എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ പൂക്കളില്ല കേട്ടോ. അത്രയ്ക്ക് വളരെ ദയനീയമായിട്ട് 2-3 പൂക്കൾ കിട്ടും. ഞാൻ എന്നിട്ട്
നെയ്ബേഴ്സിൻ്റെ വീട്ടിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് പൂക്കളൊക്കെ പറിച്ച് അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ച് അവരുടെ പൂക്കളൊക്കെ കുറച്ച് പറിച്ച് ആദ്യത്തെ ആഴ്ച എനിക്കൊരു വീട്ടിലൊരു ഹെൽപ്പിംഗ് ഒരു ചേച്ചിയുണ്ട്, അവർ എനിക്ക് കെട്ടിത്തന്നു. ഓക്കെ, അപ്പം എല്ലാം പുറത്തുനിന്നുള്ള പൂക്കളൊക്കെയാണ്. പിന്നെ ആയപ്പോഴത്തേനും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ നിറച്ച് പൂക്കളായി. നിറച്ച് പൂക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നറിയില്ല കുറേ പൂക്കൾ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മിക്കവാറും ആ 12 മാലയിൽ ഒരു 8 എണ്ണമൊക്കെ വേറെ വീട്ടിലുള്ള പൂക്കളൊന്നും എടുക്കാതെ എൻ്റെ വീട്ടിൽ നിന്നുള്ള പൂക്കൾ തന്നെ ഇങ്ങനെ പൂത്തൊലിയാൻ തുടങ്ങി. അത് വെച്ച് തന്നെ എനിക്ക് മാല ഉണ്ടാക്കി തീർക്കാൻ പറ്റി. ഇപ്പോഴും അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ 2025 വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ ഞാൻ പണ്ട് പുറത്തുനിന്ന് പൂ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നിറച്ച് എന്നും കുറേയധികം പൂക്കളാണ് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഭഗവാന് കൊടുക്കാനുള്ള പൂക്കൾ മൊത്തം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളിൽ എഫേർട്ട് ഇട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം ഇംഗ്ലീഷിൽ കുറേ വേർഡ്സാണ് അതൊക്കെ. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനായിട്ടുള്ളൊരു വഴി കാണിച്ചു തരും. ദൈവം തന്നെ അതിന് എല്ലാം കാണിച്ചു തരുന്നതാണ് എനിക്ക് ഈ ഒരു എൻ്റെ വീട്ടിൽ വന്ന മാറ്റത്തിൽ, ഈ പൂക്കളൊക്കെ വന്ന മാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. കാര്യം കർക്കിടകം എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ പറയും ചീത്ത മാസമാണ്, അസുഖങ്ങൾ വരാം, ഒക്കെ ശരിയാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാണ്. അപ്പം അതിൻ്റേതായ ചേഞ്ചസ് നമ്മുടെ ലൈഫിലും വരും. നമ്മളും ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ കുറേയൊക്കെ അങ്ങ് മാറും. നമുക്കും കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് വൈബ് വരും. നമുക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഒരു ആഗ്രഹവും വരും. പിന്നെ നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടക്കും. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന്. കാര്യം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷം എക്സ്പീരിയൻസ് ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടു എന്നോ ആർക്കെങ്കിലും ഒരാളെങ്കിലും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. ഈ വർഷവും ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ഉദ്ദേശം. എത്രത്തോളം നടക്കുന്ന അറിയില്ല. ഇങ്ങനെ വിളക്കൊക്കെ വച്ച് തന്നെയാണ് രാമായണം എന്നും വായിക്കാനാണ് എനിക്ക് ആഗ്രഹം. എത്രത്തോളം നടക്കുന്ന അറിയില്ല. അതിൻ്റെ കൂടെ ഒരു ചെറിയ ചേഞ്ചും കൂടെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് എൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം അതിൻ്റേതായ ഒരു വ്യത്യാസം എന്താണെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതെൻ്റെ മനസ്സിലുണ്ട്. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അടുത്ത വർഷം ഇതേ സമയത്ത് പറയാം കേട്ടോ. ശരി, അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ മക്കൾ ക്യാപ്ചർ ചെയ്ത ഫോട്ടോസിൻ്റെ വീഡിയോയും ഞാൻ ദേവിക്ക് കൊടുത്ത മാലകളുടെ ഒരു ഫോട്ടോയും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പം കുറച്ച് ഇൻസ്പിറേഷൻ വരുമോ മോട്ടിവേഷൻ വരുമോ ഒക്കെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.